മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मित धूम्रलोचनवधे हे चण्डमुण्डार्तिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशुदुरितं दुर्गे നമസ്തേംബികേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. ഋഷി തൻ്റെ സമീപത്ത് എത്തിയതായിട്ടുള്ള രാജാവിനോടും സുരഥ രാജാവിനോടും വൈശ്യനോടും കൂടിയിട്ട് പറയാണ്, രാജാവാണ് തങ്ങളുടെ വിഷമം പറഞ്ഞത്. അങ്ങനെ വിഷമം പറഞ്ഞതായിട്ടുള്ള രാജാവിനോട് രാജാവിനെ സംബോധന ചെയ്തും കൊണ്ടാണ് വൈശ്യനും ഉണ്ടോപ്പം. ഋഷി തുടർന്ന് പറയുകയാണ്, ദിവസാപ്രാണ്യ കേചിത് രാത്രാവന്ധാസ്തഥാ പരേ കേചിത് ദിവാ തഥാ രാത്രോ പ്രാണിനസ്തുല്യദൃഷ്ടയഃ. ഈ ജ്ഞാനം എന്നുള്ളത് അത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് എന്ന് പറഞ്ഞു. ജ്ഞാനം ഉണ്ട്, എല്ലാവർക്കും ജ്ഞാനമുണ്ട്, എല്ലാ പ്രാണികൾക്കും ജ്ഞാനം എന്നുള്ളതുണ്ട്. ജ്ഞാനം എന്നുള്ളതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനുള്ളതായിട്ടുള്ള കഴിവുമുണ്ട്, അതുമാതിരി അത് അറിയാനുള്ളതായിട്ടുള്ള കഴിവുമുണ്ട്. കേവലം കണ്ണുകൊണ്ട് കാണലല്ല, അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ഒരു അറിവ് എന്നുള്ളത് അത് എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കുണ്ട്. നമുക്കൊക്കെ അറിയാം, ഓരോരോ വിധത്തിലുള്ളതായിട്ടുള്ള ജ്ഞാനം നമുക്കുണ്ടാവുന്നുണ്ട്. അതല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉണ്ട് ജ്ഞാനം എന്നുള്ളത്. അത് പല വിധത്തിലാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള ജ്ഞാനം പല വിധത്തിലാണ്, അതുപോലെയുള്ളതായിട്ടുള്ള ഈ അറിവും പല വിധത്തിലാണ് എന്നുള്ളതാണ്. ദിവാന്ധാഹ പ്രാണിന കേചിത് പ്രാണിന. ചില പ്രാണികൾ, ചില ജന്തുക്കൾ അവയ്ക്ക് ദിവാ അന്ധാഹ, പകല്, ദിവാന്ന് വെച്ചാൽ പകൽ അവർ അന്ധന്മാരാണ്, കാഴ്ച ഇല്ലാത്തവരാണ്. അതായത് മൂങ്ങിയൊക്കെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. രാത്രി പകൽ കാണില്ല, അവർക്ക് രാത്രി കാണാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇനി അതുമാതിരി രാത്രി അന്ധാഹ, ചില മൃഗങ്ങൾ രാത്രിയിൽ കണ്ണ് കാണാത്തവരായിട്ടുള്ള മൃഗങ്ങളും ഉണ്ട്. രാത്രി അന്ധാഹ രാത്രാവന്ധാഹ തഥാ അപരേ തഥാ അപ്രകാരം തന്നെ അപരേ വേറെ ചില പ്രാണികൾ രാത്രൗ അന്ധാഹ, രാത്രിയിൽ അന്ധന്മാരാണ്. ചില മൃഗങ്ങൾ അല്ലെങ്കിൽ ചില പ്രാണികൾ പകൽ അന്ധന്മാരാണ്, ചില പ്രാണികൾ രാത്രി അന്ധന്മാരാണ്. ഇനി വേറെ ചിലര് ദിവാച രാത്രൗച, പകലും അന്ധന്മാരാണ് രാത്രിയിലും അന്ധന്മാരാണ് എന്നുള്ളതാണ്. ചില പ്രാണികൾ പകൽ അന്ധന്മാരാണ്, ചിലര് രാത്രിയിൽ അന്ധന്മാരാണ്, വേറെ ചിലത് പകലും രാത്രിയിലും അന്ധന്മാരാണ് എന്നാണ്. ഇനി പകലും രാത്രിയിലും കാഴ്ചശക്തി ഉള്ളവരുണ്ട് എന്നുള്ളതാണ്. പ്രാണിന തുല്യദൃഷ്ടയ, അതായത് ദിവാച തഥാരാത്രവും എന്നുള്ളത് അവിടേക്കും കൂടി എടുക്കണം. ദിവാച രാത്രൗച അന്ധാഹ എന്നുള്ളതുണ്ട്. ദിവാച രാത്രൗച കേചിത് പ്രാണിന, ചില പ്രാണികൾ രാത്രിയിലും പകലും, രാവും പകലും തുല്യദൃഷ്ടയ, തുല്യമായിട്ടുള്ള ദൃഷ്ടിയോട് കൂടിയവരാണ്, കാഴ്ചപ്പാടോട് കൂടിയവരാണ്. ചില ദൃഷ്ടികൾക്ക് രാത്രിയിലും പകലും കാണാനായിട്ട് സാധിക്കും. അതുപോലെയാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുമ്പോഴും ചില മനുഷ്യർക്ക്, അതായത് ജ്ഞാനമുള്ളതായിട്ടുള്ള മനുഷ്യർക്ക് രാവും പകലും കാണാനായിട്ട് സാധിക്കും. അവിടെ ആ കാഴ്ച എന്നുള്ളത് കേവലം ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയത്തിൻ്റെ കാഴ്ചയല്ല പറയണത്. ഉൾക്കാഴ്ച, അറിയാനുള്ളതായിട്ടുള്ള കഴിവ്, അത് രാത്രിയും പകലും ഉണ്ട് മനുഷ്യർക്ക് എന്നുള്ളതാണ്. ജ്ഞാനമുള്ളവർക്ക് രാത്രിയിലും പകലും അറിയാനായിട്ട് കഴിയും. അവർക്ക് അവിടെ ജ്ഞാനം എന്നുള്ളത് അറിവ് എന്നുള്ള അർത്ഥത്തിലാണ്, വെറും ഇന്ദ്രിയം കൊണ്ടുള്ളതായിട്ട് കാഴ്ച അല്ല. അങ്ങനെ ചില പ്രാണികൾക്ക് അങ്ങനെയാണ് എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോരോ വിധത്തിലാണ് കാഴ്ച എന്നുള്ളത് എന്നാണ്. ഇനി അതന്നെ മനുഷ്യർക്കുള്ളതായിട്ടുള്ള വിശേഷം പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ജ്ഞാനിനോ മനുജാ സത്യം കിന്നു തേ മഹി കേവലം യതോ ഹി ജ്ഞാനിന സർവേ പശുപക്ഷിമൃഗാദയ. ജ്ഞാനിനോ മനുജാ സത്യം, സത്യം ശരിയാണ്. എന്താണ്? ജ്ഞാനിനഃ മനുജാഹ,
ജ്ഞാനികളാണ് മനുഷ്യർക്ക് രാവും പകലും കാണാനുള്ളതായിട്ടുള്ള കഴിവുണ്ട്, ശരിയാണ് എന്നുള്ളതാണ്. മനുജാ സത്യം കിംന്നു തേ നഹി കേവലം, കിംന്നു എന്നാൽ തേ അവർക്ക്, നഹി കേവലം മറ്റു പ്രാണികളെ പോലെയുള്ളതായിട്ടുള്ള ജ്ഞാനശക്തിയല്ല ഉള്ളത്, സംശയമില്ല. മനുഷ്യർക്ക് കൂടുതലായിട്ട് കാഴ്ച ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കിംനുതേ നഹി കേവലം പ്രാണികളെ പോലെയല്ല മനുഷ്യരുടെ ഉള്ളതായിട്ടുള്ള കാഴ്ചശക്തി എന്നുള്ളതാണ്. യഥോഹി ജ്ഞാനിന സർവേ പശുപക്ഷി മൃഗാദയ, എന്നുവെച്ചാൽ മനുഷ്യരുടെ ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞു. മനുഷ്യർക്ക് ജ്ഞാനമുണ്ട്, പക്ഷികൾക്ക് ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷികൾക്ക് ചിലർക്ക് രാത്രി കാണാനേ പറ്റുള്ളൂ, ചിലർക്ക് പകൽ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ആദ്യം, അല്ലേ? അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദൃഷ്ടി എന്നുള്ളത് തന്നെ, കാഴ്ച എന്നുള്ളതിന് തന്നെ വ്യത്യാസമുണ്ട്. ആ കാഴ്ച ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള കാഴ്ച, കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള കാഴ്ച, അല്ലാതെ കണ്ട് ബുദ്ധി കൊണ്ടുള്ളതായിട്ടുള്ള കാഴ്ച എന്നുള്ളത് പലതരത്തിലാണ് കാഴ്ച എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാണികൾക്ക് ഇന്ദ്രിയം കൊണ്ടുള്ള കാഴ്ചയെ പറ്റിയിട്ട് വ്യത്യാസമുണ്ട്. ആ ഇന്ദ്രിയം കൊണ്ടുള്ള കാഴ്ച തന്നെ മനുഷ്യർക്കും ഉണ്ട്, പക്ഷെ അത് ചിലപ്പോഴേക്ക് രാവും പകലും കാണാൻ സാധിക്കില്ല എന്ന് വരും. ദൃഷ്ടി ഇല്ലാത്തവർക്ക്, കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് രാവും പകലും കാണാൻ സാധിക്കില്ല. പക്ഷെ വേറെ ചിലർക്ക് രാവും പകലും കാണാൻ സാധിക്കും ചെയ്യും. ആ ദിവ്യമായ ജ്ഞാനദൃഷ്ടി ഉള്ളത് കൊണ്ട് എപ്പോഴും കാണാൻ സാധിക്കും ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ആ മനുഷ്യരുടെ ശക്തി ഒന്ന് വ്യത്യാസമാണ് എന്ന് പറയുകയാണ്. ബാക്കിയുള്ള മൃഗങ്ങൾക്ക്, മറ്റുള്ളതായിട്ടുള്ള പ്രാണികൾക്കൊക്കെ ജ്ഞാനിന സർവേ പശുപക്ഷി മൃഗാദയ, പശുക്കളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ജ്ഞാനികളാണ് എന്ന് സമ്മതിച്ചു. അവർക്കൊക്കെ ജ്ഞാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെയുള്ളതായിട്ടുള്ള ജ്ഞാനം ഇല്ലെങ്കിലും പശുപക്ഷി മൃഗാദികൾക്കും ഒക്കെ ജ്ഞാനമുണ്ട്. അതായത് ആ ബുദ്ധി കൊണ്ടുള്ളതായിട്ടുള്ള ജ്ഞാനവും അവർക്കുണ്ട് എന്ന് സമ്മതിക്കുകയാണ്. എല്ലാ മൃഗങ്ങൾക്കും എല്ലാ പ്രാണികൾക്കും ആ ബുദ്ധി കൊണ്ടുള്ളതായിട്ടുള്ള ജ്ഞാനം, അറിവ് എന്നുള്ളത് അത് എല്ലാത്തിനും ഉണ്ട്. മനുഷ്യർക്കും ഉണ്ട്, മറ്റ് ജന്തുക്കൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ജ്ഞാനിന മനുജാ സത്യം, മനുഷ്യന്മാർ സത്യം ആയിട്ടും ചിലവർ ജ്ഞാനികളാണ്. അവർക്ക് രാവും പകലും അറിയാനുള്ളതായിട്ടുള്ള കഴിവുണ്ട്. യഥോഹി കിന്നു തേ നഹി, അത് കേവലം അവരുടെ ജ്ഞാനം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നും പറഞ്ഞു. ഇനി യഥോഹി ജ്ഞാനിന സർവേ പശുപക്ഷി മൃഗാദയ, എല്ലാ പശുക്കളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ജ്ഞാനികളാണ്. അവർക്കും ഈ ബൗദ്ധികമായിട്ടുള്ള ജ്ഞാനം അത് അവർക്കുമുണ്ട് എന്നുള്ളതാണ്. ഇനി ജ്ഞാനം ച തന്മനുഷ്യാണം യത്തേഷം മൃഗപക്ഷിണം, മനുഷ്യാണം ച യത്തേഷം തുല്യമന്യത്തഥോഭയോ. ഇനി ഈ ബുദ്ധി കൊണ്ടുള്ളതായിട്ടുള്ള ജ്ഞാനം തന്നെ പലതരത്തിലുണ്ട്, അല്ലേ? ഇപ്പോൾ മക്കളോടുള്ള സ്നേഹം എന്ന് പറയുക, ആ മക്കളോടുള്ള സ്നേഹം എന്നുള്ളത് പശുക്കൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഉണ്ട്. പുത്രന്മാരോടുള്ള, അതാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതായിട്ടുള്ള കാര്യം. രാജാവും വൈശ്യനും കൂടി മഹർഷിയെ അന്വേഷിച്ച് വന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ദുഃഖം മാറ്റാനുള്ളതായിട്ടുള്ള വഴി കാണാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ദുഃഖം എന്താണ്? പൗത്രാദികളോടുള്ളതായിട്ടുള്ള അത്യധികമായിട്ടുള്ള സ്നേഹം അവരൊക്കെ ഉപേക്ഷിച്ചു എങ്കിലും അവരോടുള്ളതായിട്ടുള്ള സ്നേഹം മാറിയിട്ടില്ല. അപ്പം അതുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു വിഷമം, അവരെ പറ്റി അറിയാനോ അവർക്കുള്ളതായിട്ടുള്ള ആ സ്നേഹം അവരുടെ ഒന്നിച്ച് അത് അനുഭവിക്കാനോ സാധിക്കാത്തത് കൊണ്ടുള്ളതായിട്ടുള്ള ഒരു ദുഃഖം, അത് ഈ രണ്ടു പേർക്കും ഉണ്ട്. ആ ദുഃഖം കൊണ്ടാണ് അവർ മഹർഷിയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ എല്ലാ ജന്തുക്കൾക്കും ഉണ്ട് ആ സ്നേഹം എന്ന് പറയുകയാണ്. പുത്രന്മാരോടുള്ളതായിട്ടുള്ള സ്നേഹം എന്നുള്ള വികാരം അത് എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്, മനുഷ്യർക്കും ഉണ്ട്, പക്ഷി മൃഗാദികൾക്കും ഒക്കെ ഉണ്ട് എന്ന് കാണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ജ്ഞാനം ച തൻ മനുഷ്യാണാം യത്തേഷാം മൃഗപക്ഷിണാം, മനുഷ്യന്മാർക്കുള്ളതായിട്ടുള്ള ആ ഒരു ജ്ഞാനം ഉണ്ടല്ലോ, അതായത് ഈ പക്ഷിമൃഗാദികളല്ല പൗത്രാദികളോടൊക്കെ ഉള്ളതായിട്ടുള്ള സ്നേഹം, ആ സ്നേഹം കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ആ അറിവ്, തിരിച്ചറിവ് പുത്രന്മാരാണ് എന്നുള്ളതായിട്ടുള്ള ബോധം അത് മനുഷ്യർക്കുണ്ട്. അതേ സ്നേഹം തന്നെ പക്ഷിമൃഗാദികൾക്കും ഉണ്ട് എന്ന് പറയാണ്.
യത്തേഷാം അവർക്കുള്ളതായിട്ടുള്ള യാതൊരു ജ്ഞാനമാണോ ഉള്ളത് അത് മൃഗപക്ഷികൾക്കുമുണ്ട്, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഉണ്ട് അത് എന്നാണ്. മനുഷ്യാണാം യത്തേഷാം മനുഷ്യന്മാർക്കുള്ളത് എന്താണ് അത് ആ തുല്യം അന്യത്തഥ ഉഭയോഹോ അത് അതിൽ അവർക്കും ഉണ്ട്, പക്ഷിമൃഗാദികൾക്കും ഉണ്ട്. അത് തുല്യമാണ് ആ സ്നേഹം. പുത്രാദികളോടുള്ളതായിട്ടുള്ള സ്നേഹം മനുഷ്യർക്കും പശുപക്ഷി മൃഗാദികൾക്കുമൊക്കെ തുല്യമാണ്. എല്ലാ കൂട്ടർക്കും ഉണ്ട് ആ പുത്രാദികളോടുള്ളതായിട്ടുള്ള സ്നേഹം എന്നാണ്. ഇനി എന്നാലും ഒരു വ്യത്യാസമില്ലേ എന്ന് ചോദിക്കുക, അത് കാണിക്കുകയാണ് ആദ്യം തന്നെ. ആ പശു മൃഗാദികൾക്കും ആ സ്നേഹമുണ്ട്, മനുഷ്യരെ പോലെയുള്ളതായിട്ടുള്ള പുത്രന്മാരോടുള്ളതായിട്ടുള്ള സ്നേഹം അത് തുല്യമാണ്, രണ്ടു കൂട്ടർക്കും തുല്യമാണ് എന്നുള്ളത് കാണിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ശ്ലോകത്തിൽ. ജ്ഞാനേപി സതി പശ്യൈതാൻ പതങ്കാൻ ഛാപചഞ്ജുഷു കണമോക്ഷാദൃതാൻ മോഹാത് പീഡ്യമാനാനപി ക്ഷുധാ. ഇനി ആ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആ സ്നേഹമുണ്ട് എന്നുള്ളത് കാണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യണത്. ജ്ഞാനേപി സതി ജ്ഞാനുണ്ട്. എങ്ങനെയാണ്? പശ്യ ഏതാൻ ഈ പക്ഷികളെ നോക്കൂ. ഏതാൻ പശ്യ ഈ പക്ഷികളെ നോക്കൂ. പതങ്കാൻ പതംഗങ്ങൾ എന്ന് വെച്ചാൽ പക്ഷികൾ. ഈ പക്ഷികളെ നോക്കൂ. എങ്ങനെയുള്ളതാണ് പക്ഷികൾ? ക്ഷുധാ പീഡ്യമാനാൻ അഭി. ക്ഷുധ വിശപ്പ് കൊണ്ട് പീഡിക്കപ്പെടുന്നവരാണ് എങ്കിലും ആ പക്ഷികൾക്ക് നല്ല വിശപ്പുണ്ടാവും. പകലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഭക്ഷണത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ചിലത് കിട്ടിയെന്ന് വരുമ്പോൾ കുറച്ച് അരിമണിയോ ഗോതമ്പ് മണിയോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും തീറ്റ സാധനങ്ങൾ എന്തെങ്കിലും കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവർക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ അത് തന്നെ ഭക്ഷിക്കില്ല. അവരെന്ത് ചെയ്യും? അത് ആ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും എന്നുള്ളതാണ്. അതാണ് അവിടെ പറയണത്. ക്ഷുധാ പീഡ്യമാനാൻ അഭി. ക്ഷുധ വിശപ്പ് കൊണ്ട് പീഡിതരെങ്കിലും, പീഡ്യമാനാൻ അഭി പീഡിക്കപ്പെട്ടവരെങ്കിലും, പീഡിതരെങ്കിലും, നല്ല വിശപ്പ് സഹിക്കുന്നവരെങ്കിലും, മോഹാത് അവർക്ക് ഈ മോഹമുണ്ട്. എന്ത് മോഹം? പുത്രന്മാരെ കുറിച്ചുള്ളതായിട്ടുള്ള മോഹം എന്ന് പറയുന്നത് അവരെ വളർത്താനുള്ളതായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ. അത് അവർ തിരിച്ച ആ സ്നേഹമുണ്ട് എന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ സ്നേഹം തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. ആ കുട്ടികളെ നല്ല നിശ്ചയുണ്ട് അവർക്ക്. കുട്ടികൾ പറന്നു പോവും എന്നുള്ളതായിട്ടുള്ള പറക്കാൻ ഉള്ള കഴിവ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ പറന്നു പോവും. അവർ വേറെ കൂടുകൾ സൃഷ്ടിക്കും, അവിടെ ഉണ്ടാവും, അവിടെ അവർക്ക് കുട്ടികളുണ്ടാവും, അവരെ നോക്കിക്കൊണ്ടിരിക്കും എന്നൊക്കെ ഈ പക്ഷികൾക്ക് നല്ല നിശ്ചയുണ്ട്. പക്ഷേ ജ്ഞാനേ അഭി ആ ജ്ഞാനം ഉണ്ടെങ്കിലും, ആ അറിവ് ഉണ്ടെങ്കിലും പിന്നെയും ഈ സ്നേഹപാശം എന്നുള്ളതായിട്ടുള്ള ഒരു മോഹം ഉണ്ടല്ലോ. ആ സ്നേഹം, മക്കളോടുള്ളതായിട്ടുള്ള ആ ഒരു സ്നേഹം, ആ മോഹം കൊണ്ട് അജ്ഞാനം തന്നെ പറയട്ടെ, ആ മോഹത്തിന് അജ്ഞാനം എന്ന് പറയാം. അതല്ലെങ്കിൽ കുട്ടികളോടുള്ളതായിട്ടുള്ള ആ താല്പര്യം ഹേതുവായിട്ട് മോഹാദ് ആ മോഹം കൊണ്ട് മായ തന്നെയാണ് ജ്ഞാനം ഉണ്ടാക്കണത്, മോഹം ഉണ്ടാക്കേണ്ടത്. കുട്ടികൾ എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാക്കണത് മായ എന്നുള്ളതായിട്ടുള്ള ആ മോഹിപ്പിക്കുന്നതായിട്ടുള്ള ശക്തിയാണ്. ആ മോഹം കൊണ്ട് മോഹാദ് കണമോക്ഷ ആദൃതാൻ. കണം വെച്ചാൽ ചെറിയ കണങ്ങൾ, ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ, വളരെ ചെറിയ അംശങ്ങളാണെങ്കിലും അത് മോക്ഷ ആദൃതാൻ അത് മോചിപ്പിക്കാനായിട്ട്. എവിടെ? പതങ്കാൻ ചഞ്ജുഷു ചാപങ്ങൾ വെച്ചാൽ കുട്ടികൾ. ആ പതംഗങ്ങളുടെ കുട്ടികൾ, ആ പക്ഷിക്കുട്ടികൾ, ആ കുഞ്ഞു പക്ഷികളുടെ ചഞ്ജുഷു കൊക്കിൽ കൊണ്ട് നിക്ഷേപിക്കും എന്നുള്ളതാണ്. കുറച്ച് ഏതാനും ഭക്ഷണ സാധനങ്ങൾ കിട്ടിയാൽ ആ തള്ളമാര് കുട്ടികളുടെ കൊക്കിൽ കൊണ്ടുവയ്ക്കും. അത് കുട്ടികൾക്ക് മതിയായിട്ടേ അവരവർ കഴിക്കുള്ളൂ. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. അങ്ങനെ അത് നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ളതാണ്. എന്തെങ്കിലും കുറച്ചുണ്ടായാൽ അതൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും. ആഹാരം അവരവർ ഭക്ഷിക്കാതെ കൊണ്ട് തന്നെ അവരവർക്ക് കഴിക്കാൻ നല്ല വിശപ്പുണ്ടെങ്കിലും അത് സ്വയം കഴിക്കാതെ കണ്ട് ആദ്യം ആ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാനായിട്ട് നോക്കും. അപ്പം അത് ആ സ്നേഹം കൊണ്ടാണ്, കുട്ടികളോടുള്ളതായിട്ടുള്ള ആ സ്നേഹം എങ്ങനെ ഉണ്ടാവണതാണ്? ആ മായാബന്ധം കൊണ്ട്. എൻ്റെ കുട്ടി, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നുള്ളതായിട്ടുള്ള ആ താല്പര്യം ഉണ്ടാവുമ്പോൾ ആ മോഹം കൊണ്ട് അവരെ ആദ്യം അവരുടെ കൊക്കിൽ കൊടുക്കും. അതായത് അവർക്ക് തന്നെ കഴിക്കാനുള്ള കഴിവുണ്ടായില്ലെങ്കിൽ ആ കൊക്കിലേക്ക് ഇട്ട് കൊടുക്കും ഭക്ഷണ സാധനങ്ങളൊക്കെ എന്നാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ പക്ഷികളെ
കാണുന്നില്ലേ നിങ്ങൾ എന്നാണ് രാജാവിനോട് ചോദിക്കുകയാണ്. ജ്ഞാനേപി സതി പശ്യൈതാൻ പതങ്കാൻ ചാപചഞ്ചുഷു. ഈ പക്ഷികളെ കാണുന്നില്ലേ? പതങ്കാൻ ഇങ്ങനെയുള്ളതാ പദങ്ങൾ. ചാപചഞ്ചുഷു ചാപങ്ങളുടെ കുട്ടികളുടെ ചഞ്ചുക്കളിൽ കൊക്കിൽ കണമോക്ഷാതൃതാൻ കണമോക്ഷത്തിന് വേണ്ടി ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങൾ മോചിപ്പിക്കുന്നതിന് വേണ്ടി അതിലിട്ട് കൊടുക്കുന്നതിന് വേണ്ടി കൊക്കിലിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ആദരത്തോടു കൂടിയ താല്പര്യത്തോടു കൂടിയതായിട്ടുള്ള ഈ പക്ഷികളെ കാണുന്നില്ലേ? മോഹാത് എങ്ങനെയാണ് അവര്? ആ സ്നേഹപാശം കൊണ്ടാണ് ഉണ്ടാവണത്. പീഡ്യമാനാനപി ക്ഷുധാ സ്വയം വിശപ്പ് കൊണ്ട് പീഡിതരെങ്കിലും അവര് ഈ കുട്ടികളെ തീറ്റാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെയാണ് മനുഷ്യരുടെയും സ്നേഹപാശം അങ്ങനെ തന്നെയാണ്. മാനുഷാ മനുജവ്യാഘ്ര സാഭിലാഷാ സുതാൻ പ്രതി ലോഭാത് പ്രത്യുപകാരായ നന്വേതാൻ കിം ന പശ്യസി. മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ ചെയ്യണത് എന്നാണ്. മനുജവ്യാഘ്ര അല്ലയോ മനുഷ്യശ്രേഷ്ഠ എന്നുള്ള ശ്രേഷ്ഠ വ്യാഘ്ര ശബ്ദം പ്രയോഗിക്കുമ്പോൾ സമാസത്തിൽ പ്രയോഗിക്കുമ്പോൾ മനുജവ്യാഘ്ര എന്ന് വെച്ചാൽ മനുഷ്യ ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അങ്ങനെ മാനുഷാഹ മനുഷ്യന്മാരും സാഭിലാഷാഹ സുതാൻ പ്രതി സുതാൻ പ്രതി അവരവരുടെ കുട്ടികളെ സംബന്ധിച്ച് സാഭിലാഷാഹ നല്ല അഭിലാഷത്തോടു കൂടിയവരാണ്. അവർ നന്നായിട്ട് വളരണം എന്നുള്ളതായിട്ടുള്ള മോഹം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കുട്ടികൾ തങ്ങളുടെ മക്കള് നേരെയായി വരണം, അവർ വേണ്ട പോലെ അവരെ നോക്കണം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള മോഹം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതുമാതിരി പക്ഷികൾക്കും പക്ഷിമൃഗാദികൾക്കുള്ളതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ആ മോഹം ഉണ്ട് എന്നുള്ളതാണ്. സാഭിലാഷാഹ സുതാൻ പ്രതി അവരവരുടെ കുട്ടികളെക്കുറിച്ച് അഭിലാഷത്തോടു കൂടിയവരാണ് എല്ലാ മനുഷ്യരും. ലോഭാത് പ്രത്യുപകാരായ അവര് കുറച്ചൊരു മോഹം ഉണ്ടാവുമായിരിക്കും, ലോഭം ഒരു ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. എന്താണ് ആഗ്രഹം? പ്രത്യുപകാരായ പ്രത്യുപകാരം ചെയ്യും എന്നുള്ളതായിട്ടുള്ള ഒരു ആഗ്രഹം, ദുരാഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം കൂടി ഉണ്ടാവും. ഈ കുട്ടികൾ വളർന്നു വലുതായാൽ എനിക്ക് വയ്യാണ്ട് ആവുമ്പോൾ എന്നെ നോക്കും എന്നുള്ളതായിട്ടുള്ള ഒരു ദുരാഗ്രഹവും മനുഷ്യരുണ്ടാവും. പക്ഷികൾക്ക് അതുണ്ടോ ഇല്ലയോ നിശ്ചയില്ല. എന്തായാലും മനുഷ്യർക്ക് അതുണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടികളെ നോക്കുമ്പോൾ കുട്ടികളെ നല്ലപോലെ നോക്കി വളർത്തും അവരോട് സ്നേഹം നല്ലോണം ഉണ്ടായിരിക്കും. പക്ഷേ അവര് വലുതാവുമ്പോൾ പ്രായമായിട്ട് വരുമ്പോൾ തങ്ങൾക്കൊരു കൈത്താങ്ങാവും എന്നുള്ളതായിട്ടുള്ള ഒരു താല്പര്യം മനുഷ്യർക്ക് ഉണ്ട് എന്നുള്ളതാണ്. സാഭിലാഷാഹ സുതാൻ പ്രതി അങ്ങനെയുള്ളതായിട്ടുള്ള ഈ മനുഷ്യരും അതുപോലെ തന്നെയാണ്. നന്വേതാൻ കിംന പശ്യസി അങ്ങ് കാണുന്നില്ലേ? ഈ മനുഷ്യരും അങ്ങനെ തന്നെയുള്ളവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടെ പറയണത്. മനുഷ്യന്മാരും മൃഗങ്ങളും അവർക്ക് രണ്ടുപേർക്കും ജ്ഞാനമുണ്ട്. ആ പുത്രസ്നേഹമൊക്കെ രണ്ടു കൂട്ടർക്കും ഉണ്ട്. പക്ഷേ ഈ ഇത് ഇനിയുള്ളതായ വ്യത്യാസം ഇപ്പം ഇവർക്കുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ട് അത് തന്നെയാണ്. മനസ്സിനുണ്ടായിട്ടുള്ള വിഷമം രാജാവിനും ഈ വൈശ്യനും അവരെയൊക്കെ രാജാവ് പ്രജകളെ നല്ല പോലെ നോക്കി, മറ്റവരെ കുട്ടികളെ നല്ല പോലെ നോക്കി, രാജ്യം നോക്കി, മറ്റത് അവരവരുടെ കുടുംബത്തെ നല്ലോണം നോക്കി. പക്ഷെ അതിൽ നിന്നുള്ളതായിട്ടുള്ള ആ മോഹം ഉണ്ടാവും. കാര്യം ശരിയാണ്. ആ മായ ബന്ധം അങ്ങനെയാണ് എന്നുള്ളതാണ്. ആ പുത്രന്മാരോടുള്ളതായിട്ടുള്ള സ്നേഹം രണ്ടു കൂട്ടർക്കും ഉണ്ടാവും. പ്രത്യുപകാരം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ ശ്ലോകത്തില് അതായത് അദ്ദേഹം ആദ്യം പറയണത്. മഹർഷി രാജാവിനെ ധരിപ്പിക്കണത് അതാണ്. നമ്മളിങ്ങനെ പുത്രന്മാരെ മക്കള് എന്നൊക്കെ വിചാരിച്ച് കുറെ നോക്കും. കാര്യം ശരിയാണ്. അത് നമ്മളുടെ മായാ കൊണ്ടുണ്ടാവണതാണത്. അത് തിരിച്ചു കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല എന്നുള്ളതാണ് പറയണത്. ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.